രണ്ട് സംശയങ്ങളെ ബാക്കിയുള്ളൂ. ഒന്ന്, ഇവരുടെയൊക്കെ മനോഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണോ അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനം തിരഞ്ഞെടുക്കുന്നത്? അതോ ആ രാഷ്ട്രീയ പ്രസ്ഥാനം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവരുടെ മനോഗതിയിൽ ഉണ്ടാകുന്നതാണോ ഇത്തരം മാറ്റങ്ങൾ? കഴിഞ്ഞ ദിവസം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സാറും അത് കഴിഞ്ഞ് ഇന്ന് മറ്റൊരു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ നടത്തുന്ന പ്രസ്താവനകൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർ പോലും അറിയുന്നില്ല എന്ന ബൈബിളിൻ്റെ ആപ്തവാക്യം അന്വർത്ഥമാക്കുമാറാണ് തോന്നുന്നത്. ഇവർ രണ്ടുപേരും പറഞ്ഞ വാദങ്ങൾ വളരെ വിചിത്രമാണ്. അതിൽ ആദ്യത്തേത് സുരേഷ് ഗോപിയുടേതാണ്. സുരേഷ് ഗോപി പറയാതെ വയ്യ, മനസ്സിൽ മുഴുവൻ ഒരു വംശവെറിയുടെ അംശം സൂക്ഷിക്കുന്ന ആളാണ്. അത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല, അങ്ങനെ മനോഭാവമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും ഇത് പുറത്തെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. രണ്ടാമത്തേത്, അവർക്കത് പുറത്തെടുക്കാൻ കഴിയാത്തവണ്ണം മൂടിപ്പൊതിഞ്ഞു വെക്കാൻ കഴിവുള്ളവരുമാണ്. എന്നാൽ ഈ സുരേഷ് ഗോപിയൊക്കെ കേവലം അഭിനയപാടവത്തിനപ്പുറത്ത് ഈ പറയുന്ന സംഗതികളൊന്നും ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയാത്തതുകൊണ്ടും അതിൻ്റെ ഒരു സ്മൂത്ത് മാനിഫെസ്റ്റേഷൻ അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടുമാണ് അദ്ദേഹം ചില വീശൊക്കെ ആഞ്ഞു വീശുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആരെ കണ്ടാലും കാലിൽ തൊട്ട് തൊഴുകണമെന്നും അങ്ങനെ തൊട്ട് തൊഴുകുന്നവരോട് ഒരു പ്രത്യേകമായ സ്നേഹവും അതിനായി കാല് നീട്ടി വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. സ്വയം ആത്മാഭിമാനവും തിരിച്ചറിവുമുള്ള മനുഷ്യരാരും അങ്ങനെ നീട്ടി വെച്ചു കൊടുക്കാറില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ആകെ അതിന് നിശബ്ദമായി വിധേയമായി കൊടുക്കാറുള്ളത് ഒന്നെങ്കിൽ ചില അധ്യാപകർ, മറ്റ് മാതാപിതാക്കൾ തുടങ്ങിയവരാണ് ഒരു ചടങ്ങിൻ്റെ ഭാഗമായൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത്. അല്ലാതെ പൊതുസമൂഹത്തിൽ എല്ലാവരും കാലിൽ വീഴണം എന്നൊക്കെ പറയുന്ന മനോഭാവം ഒരു വിഷുദിനത്തിൽ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ പുള്ളിയുടെ ഗംഭീര സ്റ്റേറ്റ്മെൻറ്റ് വേറൊന്നുമല്ല. പുള്ളി പറയുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരുടെയും മറ്റുള്ളവരുടെയും കാര്യമൊക്കെ സവർണവർഗ്ഗക്കാരായ ആളുകൾ നോക്കണം, അങ്ങനെ നോക്കിയെങ്കിലേ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവരുണ്ടാക്കിയാണല്ലോ ഇവരുടെ ഗതി ഇതുപോലെ ആയത്. ഇന്നും ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സവർണർ അല്ലെങ്കിൽ അത്തരം ഈ പറയുന്ന ഉന്നത ജാതിക്കാരായ ആളുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ പാവങ്ങൾ വഴിയാധാരമായി കിടക്കുന്നത്. ഇനിയും അവരുണ്ടാക്കിയെങ്കിലേ ഒക്കുള്ളെന്നുള്ളതാണ്. പണ്ട് പുള്ളി ഏതാണ്ടൊരു ജന്മമെടുത്ത് അങ്ങനെയായി തീർന്ന് പൂണൂലിട്ട് തലോടണം, ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് അതൊരു നിഷ്കളങ്കമായ ഭക്തിയുടെ പ്രകടനമാണെന്നാണ്. യഥാർത്ഥത്തിൽ അത് നിഷ്കളങ്കമായ ഭക്തിയല്ല, ഉള്ളിൽ ഉറച്ചിരിക്കുന്ന, നമ്മൾ സാധാരണ ഈ ചായ ഇടുന്ന പാത്രത്തിനകത്ത് കറ പിടിക്കുന്നത് പോലെ അങ്ങനെ കറ പിടിച്ച് ഇരിക്കുന്ന ചിന്തയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഈ വംശീയ ബോധ്യം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയായി ഒരു പിന്നോക്ക സമുദായത്തിലെ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിലെ ഒരു വനിതയെ ഒക്കെ സ്ഥാപിച്ച് അത് വലിയ നേട്ടമായി പലയിടവും പറയുകയും രാഷ്ട്രപതിക്കെതിരെ പ്രസ്താവനകളെയൊക്കെ അത്തരത്തിൽ ചിത്രീകരിക്കുകയും പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് എല്ലാം അവർ കൈകാര്യം ചെയ്തെങ്കിലേ ഒക്കുള്ളൂ, അല്ലാത്തവരാരും കൈകാര്യം ചെയ്താൽ ഒക്കില്ല എന്ന് പറയുന്നത് എന്തൊരു അവിവേകവും വിവരമില്ലായ്മയും ശുദ്ധ അസംബന്ധവുമാണ്. അതാണ് സുരേഷ് ഗോപി സ്പെഷ്യൽ. ജോർജ് കുര്യൻ സാർ പറഞ്ഞത് അതിനേക്കാൾ വലിയൊരു രസകരമായ കാര്യമാണ്. അതായത് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പിന്നോക്കാവസ്ഥ ഉണ്ടെന്ന് സ്ഥാപിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നോക്കാവസ്ഥയിലേക്ക് പോകൂ, എങ്കിലേ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടൂ എന്നാണ് പറഞ്ഞത്. കേന്ദ്രത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ ഭിക്ഷയല്ല. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി പരിഗണിക്കേണ്ടതാണ്. ആ തുല്യതയിൽ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രാമുഖ്യം വെച്ച് ചിലരെ അല്പം മുന്തിയ നിലയിൽ പരിഗണിച്ചെന്ന് വന്നേക്കാം. എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ അവഗണിച്ച് അവർ കൊടുക്കുന്ന പ്രപ്പോസലുകളെയും അവരാവശ്യപ്പെടുന്ന പ്രത്യേക സഹായങ്ങളെയും എല്ലാം നിരാകരിച്ചിട്ട് എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെയാകൂ എന്ന് പറയുന്നത് എന്തൊരു അവിവേകമാണ്, എന്തൊരു വിവരമില്ലായ്മയാണ്. ഇത്തരമൊരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായി പോയിരിക്കുന്നത് കൊണ്ടല്ലേ ഈ ജോർജ് കുര്യൻ സാറിന് അതിൻ്റെ ഒരു അംഗീകാരം കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വേറെ ഏതെങ്കിലും ഛത്തീസ്ഗഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു മേൽവിലാസം ഇതിന് കിട്ടാറുണ്ട്. എന്ന് മാത്രമല്ല, ഈ നിലവാരം ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ സാധാരണ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവന് വലിയ പ്രശ്നമില്ല, ആ ദാരിദ്ര്യത്തോട് പൊരുത്തപ്പെട്ടൊക്കെ അങ്ങ് ജീവിക്കും. എന്നാൽ അതിൽ കുറച്ച് മെച്ചമുണ്ടാക്കുന്നവൻ ആ മെച്ചപ്പെടുത്തിയ അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ
ഈ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആളിനേക്കാൾ കൂടുതൽ സമ്പത്തും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. കേരളം പുരോഗമിച്ചത് മുഴുവൻ പ്രവാസികളായ മനുഷ്യരുടെ സമ്പത്ത് കൊണ്ടാണ്. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അവർ നൽകിയതിലൂടെയാണ് ഈ മാറ്റങ്ങളൊക്കെയും ഉണ്ടായത്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ഒരു കാലത്തും വലിയ പുളുത്തലൊന്നും നമ്മളെ പുളുത്തിയിട്ടില്ല. എന്നാൽ അങ്ങനെ തരാതിരിക്കുമ്പോൾ അതിന് മറുപടിയെങ്കിലും പറയുമ്പോൾ ഒരു ഔചിത്യബോധവും പക്വതയും സാധാരണ കാണിക്കാറുള്ള അദ്ദേഹം ഇതെന്ത് നിലവാരത്തിലാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലായില്ല. ഈ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര പദ്ധതികൾ സ്വന്തം സംസ്ഥാനത്ത് കൊണ്ടുവരികയും കേന്ദ്രവിഹിതം വാങ്ങിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു പകരം എവിടെയെങ്കിലും സമരപ്പന്തലുകളിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ മതസ്ഥാപനങ്ങളിൽ പോയി, ദേവാലയങ്ങളിൽ പോയി അവിടെയൊക്കെ പെരുപ്പിച്ച് ധ്രുവീകരണവും അല്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്ക് ക്യാച്ചിങ്ങിനുമൊക്കെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. മന്ത്രിമാർ അതിനു വേണ്ടിയുള്ളതല്ല എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. ഏതായാലും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ വിചിത്രവും കൗതുകകരവുമാണെന്ന് പറയാതെ വയ്യ.